and welcome to Super Prime Time Live Show 3 in 1 in association with Time Express Cargo. അതെ, നമ്മളൊരു ബുധനാഴ്ച ദിവസം ഞാൻ സിമിങ്ങൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വലിയ ട്രാഫിക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി. അതെ, നേരത്തെ ഇവിടെ വന്ന് നിന്നപ്പോൾ ഞങ്ങളൊരു 5 minutes 5 ആണോ, ഞങ്ങൾ അധികം ലേറ്റ് ആയില്ല, എന്നാലും ലേറ്റ് പെട്ടെന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഞങ്ങളുടെ പേര് ഞങ്ങൾ പറയാൻ മറന്നു. ഞങ്ങൾ നേരത്തെ ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ചെയ്തപ്പോ സോ ഒരു കോളർ നമ്മളോട് പറഞ്ഞു ദേ ഷുഡ് ഷോ അവർ നെയിം. ഓക്കെ, നമ്മളത് ഇവരോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഞങ്ങൾ ഞങ്ങളുടെ പേര് പിന്നെ പറയാം. ഞാൻ സിമി, ഞാൻ പെനീന. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. 3 in 1 ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. സിമിയും പെനീനുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിക്കേണ്ട നമ്പർ 0423824991. അങ്ങനെ ജൂലൈ മാസം എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ മൊഹറത്തിന് അവധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൺ July 7th, I guess. അത് സൺഡേ ആയതുകൊണ്ട് അവധി ഇല്ല, എന്നാലും പറഞ്ഞല്ലോ വെള്ളത്തിലായി. അങ്ങനെ ഒരു മൺഡേ തരാമായിരുന്നു, എനിക്ക് വേണ്ട, മനസ്സിലായി. അതുകൊണ്ട് നിനക്ക് തോന്നില്ല, പക്ഷെ ഞങ്ങൾക്കൊക്കെ തോന്നും. ഭയങ്കര വിഷമം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തോന്നും. ഇപ്പൊ നിങ്ങൾ റോഡിൽ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പൊ വലിയ ട്രാഫിക് ഒന്നും ഇല്ലല്ലോ, ദുബായ് ഇത്ര പെട്ടെന്ന് നന്നായോ? നോ, അത് സ്കൂളുകൾ അടച്ചത് കൊണ്ടാണ്. വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഷമി, അത് കാരണം എന്താണെന്ന് അറിയാം. ഞങ്ങൾ അടച്ചിട്ടില്ല. നിങ്ങൾ ഇനിയും 5-ാം തീയതി ബ്രിട്ടീഷ് സ്കൂളും അമേരിക്കൻ സ്കൂൾസും ഒക്കെ 5-ാം തീയതി അടയ്ക്കത്തുള്ളൂ. 5-ാം തീയതി അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ ഓടിച്ച് കളിക്കാം. സ്പീഡ് ക്യാമറ പേടിച്ചാൽ മതി. അതെ, പിന്നെ പുതിയ കുറെ ക്യാമറാസ് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് കുറെ സാലിക്കിന്റെ അപ്ഡേറ്റും, പിന്നെ ദുബായ് മോളിന്റെ അറിയാലോ, ദുബായ് മോളിൽ ഇപ്പൊ പാർക്കിങ്ങിന്റെ. അപ്പം എന്തായാലും ഒരു പുതിയ മോള് വരാൻ പോകുന്നത് ശോഭ ഹാർട്ട്ലാൻഡിന്റെ അവിടെ ഒരു പുതിയ അടിപൊളി മോള് വരാൻ തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇപ്പൊ ദുബായ് ഓരോ ദിവസം ഇങ്ങനെ വളർന്ന് വലുതായി വാച്ചിങ് എ ഷോ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ ലാസ്റ്റ് മന്ത് നമ്മളിപ്പോ പറഞ്ഞ പോലെ 12 months നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഒരു അപ്ഡേറ്റ് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ലെസിമി അപ്പൊ തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇവിടെ UAE പാട്ട് പാടാൻ കഴിവുള്ള, അതായത് പാട്ടിനോട് ഇഷ്ടമുള്ളവരും പാട്ട് പാടാൻ സ്റ്റേജിൽ വന്ന് പാട്ട് പാടാൻ കഴിവായിട്ടുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റുന്ന ഒരു വേദിയാണ് മെലഡി ഡ്രീംസ്. നിതം കൺസൾട്ടൻസി അവർക്ക് വേണ്ടി ഒരുക്കുന്നത്. നമ്മുടെ UBL അതിനൊരു പാട്ടാണ്, അതിനൊരു പാട്ടാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മെയിൽ ID-യിലേക്ക് hello@melodydreams.ae, ഡ്രീംസിന്റെ സ്പെല്ലിംഗ് നോക്കണം, ഇറ്റ്സ് എൻഡ്സ് വിത്ത് Z. ഓക്കെ, അതിലേക്ക് നിങ്ങളുടെ ഒരു 1 minute, അതായത് 1 minute താഴെ മതി പറ്റുന്ന ഡിഫറെന്റ് മോഡുലേഷനിലുള്ള പാട്ടുകൾ, അതായത് ഇപ്പൊ തമിഴ് അല്ലെങ്കിൽ മലയാളത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ 2 ജോണറിലുള്ള ഇന്ത്യൻ ലാംഗ്വേജസ് പാടിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുക. അതിൽ മലയാളം അല്ലെങ്കിൽ തമിഴേ ഉള്ളൂ, നമ്മൾ വിച്ചവർ ഇന്ത്യൻ ലാംഗ്വേജ് അല്ല, ഹിന്ദി ഇല്ല, ജസ്റ്റ് മലയാളം അല്ലെങ്കിൽ തമിഴ്. അതല്ല ഇപ്പൊ 2 ജോണറിൽ നിങ്ങൾക്ക് മലയാളം തന്നെ പാടാനാണ് ഇഷ്ടമെങ്കിൽ അതായാലും കുഴപ്പമില്ല. എനിക്ക് ഞാൻ ആലോചിച്ച ഹിന്ദി ആയിരുന്നു അറിയാം. ഒരു സൗണ്ട് എഫക്റ്റും പാടില്ല, കരോക്കെ പാടില്ല, നിങ്ങളുടെ റോ വോയിസിൽ വേണം അത് അയക്കാനായിട്ട്. അത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ഒരു ലിങ്ക് നിങ്ങൾ നമ്മുടെ ഈ മെയിൽ ID-യിലോട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 ലക്കി ആയിട്ടുള്ള പാട്ടുകാർക്ക് ഇവരുടെ എവറി മന്ത് ദേ ആർ ബ്രിങ്ങിങ് നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സിംഗേഴ്സിനെ കൊണ്ടുവന്ന്. ലാസ്റ്റ് ടൈം വന്ന് നമ്മുടെ അഫ്സലിക്കായിരുന്നു. അഫ്സലിക്ക വന്ന് അടിപൊളി ഇവന്റ് ആയിരുന്നു. അതിൽ കൂടെ വേറൊരു സന്തോഷം എനിക്കുണ്ടായത്, എന്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുജിത്ത്. അപ്പൊ സുജിത്ത് എനിക്ക് മെസ്സേജ് ചെയ്തു, അവന്റെ വൈഫിന് സെലക്ഷൻ കിട്ടി. ആ 5 പേരിൽ ഒരാള് എൻ്റെ ഫ്രണ്ട് സുജിത്തിന്റെ വൈഫായിരുന്നു. അപ്പം ഷി വാസ് വെരി ഹാപ്പി, കാരണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, നല്ല പാടുന്ന കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം ആൾക്കും കിട്ടി. അപ്പൊ ഒരുപാട് പേർക്ക് നല്ലൊരു സുവർണ അവസരം കൂടിയാണ്. ഏജ് ലിമിറ്റ് ഇല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം, ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഈ മാസവും നമുക്കത് നടക്കാൻ പോകുന്നത് 27th-നാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഇനി അതാ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇപ്പം ഈ തവണ അല്ല സെലക്ടഡ് ആയിട്ടില്ലെങ്കിലും നോ, ദിസ് മെയിൽ ID ഈസ് ഓപ്പൺ ഫോർ ദ നെക്സ്റ്റ് 12 months. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പാടി ഇപ്പൊ അയച്ചു കിട്ടിയില്ല, മേക്ക് ഇറ്റ് ബെറ്റർ. ഒന്നും കൂടെ ഒരു വേണമെങ്കിൽ 2 ക്ലാസ്സും കൂടെ എടുത്തിട്ട് പിന്നെ അത് അടുത്ത മാസം ഉണ്ടല്ലോ. അതെ, നെക്സ്റ്റ് 10 months-ലോട്ട് ഇങ്ങനെ make sure that you give your best raw video ആയിരിക്കണം. why because കുറെയൊക്കെ ഇപ്പൊ ഫിൽറ്റേഴ്സ് ഇപ്പൊ എനിക്ക് ഫോട്ടോയിൽ യൂസ് ചെയ്യാൻ അറിയത്തുള്ളൂ, ഓഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഐ ആം നോട്ട് എ സിംഗർ. അപ്പൊ അതുപോലെ 2 ജോണറിലുള്ള പാട്ട്, അതാണ് മെയിൻ ആയിട്ട്. 2 ജോൺ, ഇപ്പൊ നിങ്ങൾക്ക് മലയാളം തനിയെ മതിയെങ്കിൽ ഇറ്റ്സ് ഓക്കെ, മലയാളത്തിലുള്ള 2 ജോണറിലുള്ള പാട്ട്. അതല്ല മലയാളം തമിഴാണ് എടുക്കുന്നതെങ്കിൽ അതിൽ 2 ജോണറിലായിട്ട് 2 പാട്ട്.
1 മിനിറ്റ് കവിയരുത്, റോ വീഡിയോ. അപ്പൊ നിങ്ങൾ ഈ താഴെ കാണുന്ന hello@melodydreams.ae എന്ന ഇമെയിൽ ഐഡിയിലോട്ട് അയച്ചു കൊടുക്കുക. എല്ലാവരും പെട്ടെന്ന് ചെയ്യുക, കാരണം ഈ 27th നമുക്കൊരു സെലിബ്രിറ്റി സിംഗർ ആണ് ജോയിൻ ചെയ്യും. ഐ എം സോ എക്സൈറ്റഡ് കേട്ടോ. ആണ് നരേഷേറിനെ കാണാൻ. ഞാൻ കണ്ടായിരുന്നു. എനിവേ, സോ നമ്മൾക്ക് ഇതെല്ലാം പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ വീൽ ഇവിടെ പാവം, ഹി വാണ്ട്സ് ടു ഒന്ന് കറങ്ങാൻ ആഗ്രഹമുണ്ട്. അത് ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ 04238249 വിളിക്കൂ. വന്നു. ഹലോ ഹലോ. മാലിക് എന്നാ ഉണ്ട്? മാലിക് പുതിയ സിനിമ വല്ലതും കണ്ടോ? എനിക്ക് അതിന്റെ ടിക്കറ്റ്സ് കിട്ടി, പക്ഷെ ഇതുവരെ പോവാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കുള്ള കുട്ടിയാണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് പോകാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പറ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ആണോ? ഭയങ്കര നല്ല റിവ്യൂസാ ഞാൻ കേൾക്കുന്നത്, ഭയങ്കര അടിപൊളി റിവ്യൂസ്. അതിനകത്ത് നമ്മുടെ അന്നാബെൻ ഒക്കെ ഉണ്ട് അല്ലേ? ദുൽഖർ ഉണ്ട്. ദുൽഖർ അന്നാബെൻ ഒക്കെ ഉണ്ടെന്ന് ഞാനും കേട്ടു. സോ ഞാൻ ആലോചിക്കുന്നത് എന്ത് ഭാഗ്യല്ലേ ഒരു പാൻ ഇന്ത്യൻ മൂവിയിൽ അഭിനയിക്കണം. പക്ഷേ നമുക്ക് അഭിനയിക്കാൻ കഴിവില്ല. ആർക്ക്? നിനക്കോ അഭിനയിക്കാൻ കഴിവില്ലെന്നോ? എന്റെ അഭിനയം നീ ശരിക്കും കാണാഞ്ഞിട്ടാ. ഓവർ അഭിനയ. മാലിക്കിന് ചിരി വന്ന അവിടെ. മാലിക്കേ, അമ്മ വന്നോ? ഇല്ല ഇല്ല. എന്നാ വരുന്നേ? അടുത്ത ആഴ്ചക്ക്. കൽക്കി അല്ലാതെ വേറെ ഏത് പടം കണ്ടു? കൽക്കി മാത്രമേ കണ്ടോളോ? DNA എന്നൊരു പടം വന്നില്ലേ? ഏതാ? DNA ആണോ? DNA. അതിനല്ലേ ഒരു ഭയങ്കര കോൺട്രവേഴ്സി അതെ. മനസ്സിലായല്ലോ, ഇങ്ങനൊക്കെ വേണം ഇന്റർവ്യൂ എടുക്കാനൊന്നും. അങ്ങനെ എടുക്കാനേ പാടില്ല, ഒരു മര്യാദയൊക്കെ വേണം. മാലിക്കിനോട് ചോദിക്കാം. മാലിക്കേ, ഓക്കെ, നമ്മളിപ്പം ആങ്കറിങ് ചെയ്യുന്നവരുടെക്ക് പല കൈൻഡ് ഓഫ് ക്ലിപ്പിംഗ്സ് ഒക്കെ കാണാറില്ലേ? പലവരോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ കാണാറില്ലേ? കാണാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് മാലിക്കിന് പറയാനുള്ളത്? എന്തിലും വാ തുറന്ന് പറയണേ കേട്ടോ. വാട്ട് ഈസ് യുവർ അല്ല, ആങ്കേഴ്സ് ചോദിക്കുന്നതിന് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസസ് ഉത്തരം പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അത് അവരുടെ ഇഷ്ടം. പക്ഷെ നല്ലത്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം മാലിക്, ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അല്ലടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇപ്പൊ ഒരു ആക്ടറാണ്, നീ അവിടെ പോയിരിക്കും, നിന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നീ അവിടെ പൊട്ടിത്തെറിക്കാണ്ടിരിക്കും. എന്റെ ഒരു ഞാൻ തിരിച്ചു ചോദിക്കും, ആങ്കറിംഗ് അവസരം കിട്ടിയത് ഇങ്ങനെ ചെയ്തിട്ടാണോ എന്ന് തിരിച്ചു ചോദിക്കും. അത് വേറെ ആയിരുന്നു അടച്ചു. പക്ഷെ ആ കുട്ടി ഭയങ്കര സ്റ്റക്കായി, കാരണം ഒരു മൂവിയുടെ പ്രൊമോഷൻ വന്നിരിക്കുക, ലൈക്ക് നല്ല അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്, കാരണം നമ്മൾ വേറെ പല മൂവീസ് കണ്ടതുമാണ് ആ കുട്ടിയുടെ. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു തോന്നി എനിക്കത് യോജിക്കുക. ഏതൊരു ആങ്കർ ആണെങ്കിലും എനിക്കത് യോജിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു സംഭവം ചോദിക്കാനേ പാടില്ല. നമ്മളിപ്പോ ഒരു ആളെ ഇന്റർവ്യൂ ചെയ്യുന്ന എന്തിനാ, അവിടെ ഒരു മൊമെന്റ് അല്ലെ, നല്ലൊരു ഹാപ്പി മൊമെന്റ് എടുക്കാം, അല്ലെ നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കാം. പക്ഷെ അത് ഒരാളുടെ മുഖത്തടിച്ച പോലെ ഇങ്ങനെ ചെയ്തിട്ടാണോ എന്ന് വൈറലായല്ലോ. ഓക്കെ, അപ്പൊ മാലിക് പറഞ്ഞ പോയിന്റും ഇസ് റിയലി ഗുഡ് ദാറ്റ് യു ക്യാൻ സ്കിപ്പ് ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആൻസർ, യു ക്യാൻ സ്കിപ്പ് അല്ലേ? ഇത് എന്താണെന്നറിയോ മാലിക്, ചില കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നോക്കും, ചില ആങ്കേഴ്സ് അവിടെ പിടിച്ചിരുത്തും, ലൈക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ചില. അതാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ബിക്കോസ് ആ ട്രെൻഡ് ആണ് ഇപ്പൊ നടക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഇപ്പോ ഒത്തിരി ലൈവ് മ്യൂസിക് ചാനൽസിൽ VJs അല്ലെ, VJs ആക്ച്വലി ഇസ് വീഡിയോ ജോക്കി ബിക്കോസ് ദേ ആർ പ്ലേയിങ് മ്യൂസിക് ഫോർ ദം. ആക്ച്വലി നമ്മൾ മ്യൂസിക് അല്ല ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മളൊരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്, ദാറ്റ് വി ഹാവ് സീൻ. ഓക്കെ, ഏത് സമയം വേണ്ടത് എന്താണ്. ഇപ്പൊ നമ്മളെ പണ്ടത്തെ പാർവതി തിരുവോത്തൊക്കെ ആങ്കറിങ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? മാലിക് കണ്ടിട്ടുണ്ടോ? പോയോ? There was a time where she was a anchor. അങ്ങനെ ആങ്കറിംഗിലാണ് പുള്ളിക്കാരി പിന്നെ വന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് the way she talks, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ദ ഡ്രസ്സസ് ആൻഡ് ഓൾ. നമുക്ക് ഇതൊക്കെ ഒരു ഫോളോ ചെയ്യാൻ ഒരു അത് ആ ഒരു സമയത്തെ ട്രെൻഡായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ പല ട്രെൻഡ്സും ആൾക്കാർ കോപ്പി ചെയ്യാൻ ശ്രമിക്കും, ചിലവർ സ്വന്തമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. സോ വാട്ട് ഹാപ്പൻസ്, ഇപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്ന ഈ ട്രെൻഡിങ്ങിന്റെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ദേ ആർ കോപ്പിങ് അതർ പീപ്പിൾ. അവർക്ക് ആ ഒരു കിട്ടണം എന്തെങ്കിലും. They wanted that prank ആണ്, അടിക്കുന്നതായിട്ട് സീൻ വേണം, ഇറങ്ങി പോകുന്ന സീൻ വേണം, ലൈം ലൈറ്റിലോട്ട് വരിക, വൈറൽ ആകുക. So that is what it is. അതത്രേ ഉള്ളൂ. അത് അത്ര ഇപ്പൊ ആൾക്കാർ അതിനെ നോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഔട്ട് ഓഫ് സ്റ്റൈൽ ആയി പോകും അല്ലേ മാലിക്? ഓക്കെ, എന്തായാലും മാലിക് നമുക്ക് ഗെയിം കളിച്ചാലോ? ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞു. ഹലോ, അയ്യോ സ്റ്റാർട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. സ്റ്റാർട്ട് ഒന്നും കൂടി പറഞ്ഞോ.
നിങ്ങൾ ലീവിനൊന്നും പോകുന്നില്ല? ഞാൻ പോകുന്നുണ്ട്. ഞാൻ പോകുന്നില്ല, കാരണം ഞാനിപ്പോ ഒരു ജോലി മാറി മാലിക്ക്, അതുകൊണ്ട് എനിക്ക് ഇനി അതൊരു 6 മാസം കഴിയാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ പോവാ മാലിക്ക്. കരയുന്ന പെട്ടെന്ന് തിരിച്ചു വരില്ലേ? എന്നെ കാണാനുള്ള ഒരു ഇത് കാണില്ല, ചാൻസ്. അങ്ങോട്ട് വന്നാലായി. ആണോ? എന്നാ വരുന്നേ? അറിയിക്കാം. ഓക്കെ ഡൺ. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. സിമി വരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ സിമി വന്നിട്ടാണെങ്കിൽ സിമിയും കൂടെ കൂട്ടി കാണാം, അല്ലേ സിമി? രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിൽ സന്ദർശിച്ച സ്ഥലം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ചിറയിൻ കീഴ്, കാലടി, ശിവഗിരി. കാലടിയോ? നോക്കാം. ലോക്ക് ചെയ്തേ? ലോക്ക് ചെയ്തോ. ശരി, അപ്പൊ തെറ്റിപ്പോയി, ശിവഗിരി ആയിരുന്നു കേട്ടോ. സാരമില്ല, എന്നാലും ഞങ്ങളെ വിളിച്ചല്ലോ. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ മാലിക്, ടേക്ക് കെയർ, ബൈ ബൈ. അമ്മ അന്വേഷിച്ചെന്ന് പറയാം കേട്ടോ. ഞാൻ പറയാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം എനിക്കുണ്ടല്ലോടാ, പണ്ടത്തെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. നമ്മൾ കണ്ടോണ്ടിരിക്കാൻ, കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാരണം എന്താ ചോദിക്കുന്നത്, സിനിമയെ കുറിച്ച്, അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തൊക്കെയാണ് കഥാപാത്രം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മുന്നേ അഭിനയിച്ച സിനിമകളുടെ. അപ്പൊ അതിലൊരു ഇത് ബ്ലെൻഡ് വരുമ്പോ അതിനൊരു ഭംഗിയുണ്ട്. ഐ ടോട്ടലി എഗ്രി ടു യു. ബട്ട് വേറൊരു കാര്യം അവിടെ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും ഒക്കെ ആങ്കറിങ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളൊരു സെയിം പാറ്റേൺ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും, ഇപ്പോൾ നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗർ പോലെ ഒരു മ്യൂസിക് ഷോ കാണും, ഇവൻ വേണ്ട മെലഡി ഡ്രീംസ് കാണുന്നു, നമ്മളൊക്കെ ജഡ്ജസ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു 5 പേര് പാടുന്നു. ഓക്കെ, ഒരു കൊച്ചു നന്നായിട്ട് പാടിയില്ല, ഉടനെ നമ്മളും ജഡ്ജിങ് തുടങ്ങും. വൈ? ബിക്കോസ് വി ആർ ട്രെയിനിങ് അവർ മൈൻഡ്. ഇങ്ങനെ കണ്ട് 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 നമ്മളിങ്ങനെ. അപ്പൊ നമുക്കൊരു നോർമൽ പാറ്റേൺ എവിടെയും ഇഷ്ടപ്പെടുന്നില്ല. ഒരു കോൺട്രവേഴ്സി, ഒരാളെ അടിച്ചു എന്നിട്ട് ഇറങ്ങി പോകുന്നു, അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ആങ്കറും ആ ആക്ടറും ഒരേപോലെ വൈറൽ ആവുകയാണ്. സോ നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഹെൽപ്പിംഗ് ഇൻ എ വെരി ബിഗ് വേ. എനിക്കത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ വി ആർ തിങ്കിങ് ഇൻ എ വെരി സ്ട്രെയിറ്റ് വേ അല്ലെ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു സമയത്ത് ഇപ്പൊ സിമി ഞാൻ പറയാം, നമുക്കിപ്പം ഇന്ന കാരണം എന്നില്ല, നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും ചിലപ്പോൾ നല്ലത് കൊണ്ട് വൈറലാവാം, അതല്ല എങ്കിൽ ചിലപ്പോൾ ആ നെഗറ്റീവ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞത് കാരണം വൈറലാവാം. ആ ഒരു സമയത്ത് നമുക്കൊരു പൊങ്കാല തന്നെ ആയിരിക്കത്തില്ലേ അവിടെ, കമന്റ്സിന്റെ ബഹളം. അത് ഒന്ന് മെന്റലി എങ്കിലും നമ്മളെ ഒന്ന് അഫക്ട് ചെയ്യില്ലേ? മെന്റലി എങ്കിലും ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ആ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഇപ്പൊ ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ ചെന്ന് പാർവതി തിരോത്തിനോടുണ്ടല്ലോ. അല്ല, ഇപ്പൊ ഈ ഒരു കുട്ടി വന്ന ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് പുതിയ ഒരു നടിയാണ് അല്ലെ, ഒരുപാട് സിനിമകളിൽ. അപ്പൊ ഇപ്പൊ ഉർവശി ചേച്ചിയോടോ അല്ലെങ്കിൽ വേറെ ആരോടോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും മറുപടി? നല്ല മുഖത്തടിച്ച പോലെ മറുപടി കൊടുക്കില്ലേ? ആ ഒരു ഇപ്പോഴത്തെ കാലത്തും ചോദിക്കുന്നവരുണ്ട്. സി ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്റെ അറിവിലാണെങ്കിൽ നിത്യ മേനൻ വാസ് ഓപ്പൺ അബൌട്ട് ഇറ്റ്. ഈവൻ മീ ടു ക്യാമ്പയിൻ വന്നപ്പോൾ മെനി ആക്ട്രസസ് വെർ ഓപ്പൺ അബൌട്ട് ഇറ്റ് അല്ലെ. അപ്പോൾ ഇത് ചോദിച്ചു, ഷീ ഹാൻഡിൽഡ് ഇൻ എ വെരി ഗുഡ് വേ. അവൾ ഇറങ്ങിപ്പോയി, വാട്ട് എവർ. നമ്മളിത് ആൾക്കാർ വിചാരിക്കും എന്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ DNA എന്നുള്ള ഒരു മൂവി ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതിൽ ആക്ട്രസിനോട് ഒരു ടെലിവിഷൻ ആങ്കർ ഓർ യൂട്യൂബ് ചാനൽ ആങ്കർ വാസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ വിച്ച് വാസ് നോട്ട് അപ്രോപ്രിയേറ്റ്. ഓക്കെ, അപ്പൊ അത് ഇപ്പം സിമി പറഞ്ഞ പോലെ ചോദിക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പൊ അത് ഒരാളോട് ചോദിക്കുന്നത് ഭയങ്കര വെട്ടി തുറന്ന് എങ്ങനെ ലൈക്കനോ വെട്ടി മുറിച്ച പോലെ, അതാണ് എനിക്ക് കുറച്ചും കൂടെ. അത് നമ്മള് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയുന്നത് എന്താണ്, നമ്മളുടേതായ സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾക്ക് അഭിപ്രായം പറയാൻ. ഇപ്പൊ പറയാം, ഏതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ഒരുമാതിരി അന്നേരം തിരിച്ചു കിട്ടും, അതുപോലെ തിരിച്ചും കിട്ടും. ഡീസൻസി. അപ്പൊ അത് അവിടെ കൊണ്ട് അപ്പൊ മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരെ ജഡ്ജ് ചെയ്യുവാണ്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ദാറ്റ് ഇസ് വെരി കോമൺ. എനിവേ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു, പക്ഷെ അത് റിപ്ലൈ ചെയ്യേണ്ട രീതിയിൽ തന്നെ അവർ അതിന്റെ റിപ്ലൈയും കൊടുത്ത്. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും. ഹലോ ഹലോ ഹലോ, ഇതാരാ? ഇത് പ്രണവ് ആൻഡ് പുണ്യ. പ്രണവ് ആൻഡ് പുണ്യ, നല്ല പേരാണല്ലോ. നിങ്ങൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല. ആണോ? ഈ പ്രണവിനും പുണ്യക്കും പാട്ട് പാടാൻ അറിയാവോ? എന്നാ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പെട്ടെന്ന് പാടിക്കും, എന്നിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിന്ന്. ശരി, കേട്ടില്ല. വീട്ടിൽ നിന്ന്. പ്രണവും പുണ്യം പാട്ട് പാടാൻ പോയതാണോ? പാടിക്കോ, തുടങ്ങിക്കോ. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി
ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ആ. അടിപൊളി. ഇല്ലുമിനാറ്റി. ഇത് ഏത് സിനിമയിലെ പാട്ടാണോ? ആവേശം. ആ പിന്നെ എന്ത് ചോദ്യാണ്. അമ്പാനേ. ആവേശം ഇഷ്ടപ്പെട്ടോ? ആ, ആവേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ? ഏട്ടാ മോനെ. എടാ മോനെ. അടിപൊളി. അതാരാ പറഞ്ഞ? പുണ്യാണോ പ്രണവാണോ പറഞ്ഞേ? പുണ്യ. പ്രവീണ പുണ്യം മോനെ. ഹാപ്പി അല്ലേ? ആ, ബിബിമോ ഹാപ്പിയാണോ? ആ, ആ പ്രണവ് മോൻ ഹാപ്പിയാണോ? അതെ. പുണ്യമോള് ഹാപ്പിയാണോ? ആ, ഓക്കെ, നമ്മൾ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ? സോ കമോൺ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അവധി കിട്ടിയോ? ഗ്രേഡ് 1 സിയും പുണ്യ ഗ്രേഡ് 1ലും പ്രണവ് ഗ്രേഡ് 7ലും. അപ്പൊ ഇതാരാണ്? പ്രണവ. പ്രണവാണോ പറയുന്നത്? ഓക്കെ. പ്രണവ് ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഉഡ്ലം പാർക്ക്. വെരി ബിഗ് ബോയ് ആണ്. പ്രണവ് ഇസ് ഇൻ 7th ഗ്രേഡ്. പ്രണവ് സ്കൂൾ അടച്ചോ? സ്കൂള് നാളെ അടിക്കും. നാളെയാണോ അടയ്ക്കുന്നേ? നാളെ നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ? ആ എന്തോ നാളെ ക്ലാസ് പാർട്ടി. അതെ എനിക്ക് നാളെ കഴിഞ്ഞ് ക്ലാസ് പാർട്ടി. ഞാനും സ്കൂളിലാ. എനിക്ക് നാളെ ക്ലാസ് പാർട്ടി. ചേച്ചി ആന്റി ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. സത്യമായിട്ട് ഞാൻ ഇതുവരെ പഠിച്ചിറങ്ങിയിട്ടില്ല. ആൻഡ് ഐ എൻജോയ് ഇറ്റ്. അതെ മോനെ പ്രണവേ, മോന്റെ പേരിൽ ഒരു സിനിമാ നടനുണ്ട്. അതാരാന്നറിയാവോ? പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാലിന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? വർഷങ്ങൾക്ക് ശേഷം. കണ്ടോ പടം കണ്ടോ? കണ്ടു. അതിന്റെ അകത്തൊരു പാട്ടില്ലേ ജ്ഞാപകം? ആ പാട്ട് ഇഷ്ടപ്പെട്ടോ? ആ പാട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ലിറിക്സ് ഓർമ്മയില്ല. ഓർമ്മയില്ല അല്ലേ? വേറെ ഏത് പാട്ട് അറിയാം? നല്ല കുറച്ചുകൂടി 4-5 വരിയൊക്കെ പാടാൻ പറ്റുന്ന ഏത് പാട്ട്? ഇല്ലുമിനാട്ടി അല്ലാതെ നല്ല പാട്ടാണ്. വാട്ട് ഈസ് ദ വേർഡ് ഇല്ലുമിനാട്ടി? മീനിങ് എന്നാന്നറിയാമോ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇല്ലുമിനാട്ടി? സെർച്ച് ചെയ്തിട്ടുണ്ടോ? എന്തിനാ അതൊക്കെ ചോദിച്ച കുട്ടികളെ പോട്ടെ മോനെ. ട്രയാങ്കിളിന്റെ ഉള്ളിൽ എന്തോ കണ്ണുണ്ട്. എന്താ അങ്ങനെ എന്തോ ആണ്. എന്തോ മോനെ? ട്രയാങ്കിളിന്റെ ഉള്ളിൽ എന്തോ ഒരു കണ്ണിന്റെ ദാറ്റ്സ് എ സിംബൽ ഓഫ് സംതിങ്, റൈറ്റ്? അതല്ലാതെ ആ വേർഡിന് ഒരു മീനിങ് ഉണ്ട്. മോൻ അതിനെ സെർച്ച് ചെയ്തു. ഓക്കെ, ടോക്ക് അതിനൊരു മീനിങ് ഉണ്ട്. ഓക്കെ, എനിവേ മോനെ എന്തായിരുന്നു? അപ്പൊ അവധി കിട്ടുവാന്ന് പറഞ്ഞു. പുണ്യ സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. നാളെ ആൾക്കും അവധി അടിക്കുമായിരിക്കും. നാട്ടിലെവിടെയാണ് പ്രണവും പുണ്യം? തൃശ്ശൂരാണ്. അപ്പൊ അത് പോട്ടെ, ഞാൻ നേരത്തെ ചോദിച്ച എനിക്ക് 4-5 ഒരു പാട്ടും കൂടെ പാടുമോ? കാരണം ആ പാട്ട് പെട്ടെന്ന് തീർന്നുപോയി. ഏത് പാട്ടാ? ഏതാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇന്ന ലാംഗ്വേജ് വേണമെന്നൊന്നുമില്ല. ഇംഗ്ലീഷ് പാട്ട് പാടിയാലും മതി. മോനെ ആലോചിക്കട്ടെ. കർത്താവേ, എത്ര നേരം എടുക്കും? എന്തോ ആലോചിക്കുക. അവര് രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് ഏത് പാട്ടാണ്. നിന്നോട് പെട്ടെന്ന് പാടാൻ പറഞ്ഞു. ഇപ്പൊ നീ ആ കേട്ട റീലിന്റെ പാട്ട് പാടും അല്ലേ? ഏതാ? കുഞ്ചും മീനായിക്കല്ലേ? അത് മറന്നുപോയി പെട്ടെന്ന്. ഇപ്പൊ ഇലുമിനാട്ടിയായി. തുടങ്ങിക്കോ. സ്റ്റാർട്ട്. അതല്ലേ, ഇതെല്ലാം റീൽസിലാണ് നമ്മളിപ്പോൾ അല്ലേ? ഒരു ദിവസം എത്ര റീല് കാണും പുണ്യം? സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കുട്ടികളാണ്. ഓ മൈ ഗാഡ്. നിങ്ങൾ രണ്ടും ഡാൻസ് ചെയ്യാറുണ്ടോ? അച്ചു 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 എന്താണ് മോനെ? അത് ഡാൻസ് ചെയ്തില്ല. ആ പാട്ട് ഡാൻസ് ചെയ്തില്ല. നോട്ട് ടുഡേ. പരീക്ഷ സ്കൂളൊക്കെ അടക്കത്തില്ലേ? അടച്ചു കഴിയുമ്പം അമ്മയോട് പറയണം, നിങ്ങൾ രണ്ടുകൂടെ ഡാൻസ് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് അമ്മയും അച്ഛനെയൊക്കെ നിർത്തിയിട്ട് അവരെ ചേട്ടന് ഡാൻസ് അറിയില്ലാന്ന്. അന്ന് മോൻ തന്നെ കളിച്ചാൽ മതി. ചേട്ടനെ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ കാണിക്കാം. അച്ചു 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 അങ്ങനെയൊക്കെ കാണിക്കാം. അങ്ങനെയാ. എനിക്ക് ഡാൻസ് പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പാടാത്ത ഞാൻ അവിടെ ഇരുന്നിട്ട് ബാക്കി പാടുന്നവരോട് പറയും എന്നെ നോക്കി കളിക്കാൻ. എനിക്ക് പാടും മടിയാ. അല്ലേ മക്കളെ? ക്വസ്റ്റ്യനിലേക്ക് പോവാ അല്ലേ? ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ്. ഒന്നും കൂടെ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, കറങ്ങിക്കൊണ്ട് സ്റ്റോപ്പ് പറയുന്നു. പാവം കേട്ടോ.
സ്പോർട്സ്. യെസ്. കഴിഞ്ഞ ദിവസം ആർക്കാ വേൾഡ് കപ്പ് കിട്ടിയത് ക്രിക്കറ്റില്? T20 മാച്ചിൽ ആർക്കാ കിട്ടിയത്? എന്താണ്? ക്രിക്കറ്റ് T20 വേൾഡ് കപ്പില് ഏത് കൺട്രിക്കാ കിട്ടിയത്? ഓക്കെ, അതല്ല ക്വസ്റ്റ്യൻ. ഒരു മാരത്തോൺ എത്ര ദൈർഘ്യമുള്ളതാണ്? ഒരു മാരത്തോൺ റേസ് ഇല്ലേ മോനെ, നമ്മൾ ഓടുന്നത്. ഓക്കെ, അപ്പം എത്ര ദൂരമുണ്ടെന്ന്, അതായത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ്? 26.2 മൈൽസ്, 25.3 മൈൽസ്, 27.5 മൈൽ. അച്ഛനോടോ അമ്മയോടോ ആരും പെട്ടെന്ന് ചോദിച്ചോ. ഓക്കെ, ഏതെങ്കിലും പറയാളെ പെട്ടെന്ന് പറഞ്ഞോ. സി. Okay, 27.5. Let's see. ഓക്കെ, നമുക്ക് നോക്കാം ശരിയാണോ. ഒരു ചാൻസ് കൂടെ തരാം, ഒന്നും കൂടി ആലോചിച്ചോ. ക്ലൂ അല്ല, പക്ഷെ നമ്പർ അടുത്തില്ലെന്ന് തോന്നുന്നു. കുട്ടികള്. പെട്ടെന്ന് പറ. ഏതാ വേണ്ടേ? ABC. ഒരു മാരത്തോൺ എത്ര ദൈർഘ്യമുള്ള, അതായത് എത്ര ഡിസ്റ്റൻസ് ആണെന്ന്. മാരത്തോൺ റണ്ണിങ്, നമ്മുടെ ഓട്ടം. മക്കളെ അറിഞ്ഞിട്ട് കാര്യമില്ല മോനെ. A, B or C അതിലേതെങ്കിലും പറ. ഏതെങ്കിലും ഒന്നല്ലോ. ഓക്കെ, A. ഓക്കെ, ശരി, A നോക്കാം. ചിലപ്പോ ദൈവമേ, ഞാനൊരു അടിപൊളി. എന്തായാലും സെക്കൻഡ് ചാൻസ് കൊടുത്തപ്പോ എന്തായാലും കുട്ടികൾ ശരിയാക്കി. അടുത്ത പ്രാവശ്യം വെട്ടെന്ന് പറയണം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. എക്കോ പോലാണ് കുഞ്ഞോള് അല്ലേ? ഓക്കെ, സ്റ്റോപ്പ്. മൂവീസ് ആണ് കേട്ടോ. മൂവീസ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നേ. സിനിമ ഇഷ്ടമാണോ? സിനിമയൊക്കെ കാണാൻ ഇഷ്ടമാണോ? ആണല്ലേ? അപ്പൊ ആവേശമൊക്കെ ഇഷ്ടമുള്ള ആളാ, അപ്പൊ ഇഷ്ടമായിരിക്കാം. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. തിരിച്ചു മാറി ആവേശം കണ്ടു. ആണോ? സ്ലം ഡോഗ് മില്യനെയർ എന്ന സിനിമയുടെ രചയിതാവ് ആര്? എന്താണ് പ്രശ്നം? സ്ലം ഡോഗ് മില്യനർ എന്ന സിനിമയുടെ രചയിതാവ് ആരാണ്? റൈറ്റർ കേട്ടോ. ഡാനി ബോയിൽ, ആന്റണി മാർട്ടിൻ, ഡോട്ട് മാൻഡിൻ, സൈമൺ ഫോയ്. ഫേമസ് മൂവിയാണ്. അതെ, സ്ലം ഡോഗ് മില്യനർ കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയതാണ്. ഇതിനകത്തൊരു ഫേമസ് പാട്ട് അറിയാവോ? ജയ് ഹോ, ആ പാട്ടില്ലേ? ഓക്കെ, ഓപ്ഷൻസ് ഒന്നും കൂടെ പറയാം. ഡാനി ബോയിൽ, ആന്റണി ഡോട്ട് മാൻഡിൽ, സൈമൺ ബ്യൂഫോയ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു പേര് അങ്ങ് പറഞ്ഞോ. ABC. ഓക്കെ, രണ്ടാമത് എടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി, രണ്ടെണ്ണം ശരിയായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യനും കൂടെ ആൻസർ പറയുവാണെങ്കിൽ you will be the first winner of today's show. Okay, let's see. ഈ Slumdog Millionaire ഇത് ഞാൻ പറയാൻ വരുന്ന കാരണം നമ്മുടെ AR റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കൊക്കെ ഓസ്കർ അവാർഡ് കിട്ടിയ ഓർമ്മയുണ്ടോ? ഇല്ല. നീ അല്ലടി പൂക്കുട്ടി പറഞ്ഞത്, ഞാൻ പൂക്കുട്ടി പറയാൻ വന്നതായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളു. എന്നിട്ട് അതിന് ജയ് ഹോ പാടുന്ന ഒരു പാട്ടൊക്കെ ഓർക്കുന്നുണ്ട്. അത് ആ സിനിമയിലെ. ഞാൻ കൊച്ചുങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പോയപ്പോ എന്നെ പൂക്കുട്ടി പറഞ്ഞ് കളിയാക്കി. പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് ശരിയാക്കി തരാം. ദീപാവലിക്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട് പറയൂ. ലാസ്റ്റ് ക്വസ്റ്റ്യനാ. ഞാനാണോ? ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുകയാണ് ഒരാള്. ഓക്കെ, സ്റ്റോപ്പ്. മോളെ, ഞങ്ങൾക്ക് അറിയില്ല ജിക്കയിൽ ഏത് ചോദ്യമാണ് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ദുപ്പട്ട. അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്താണ്? സയൻസ് പഠിക്കേണ്ടതായിരുന്നു. അതായത് ഇനിയിപ്പോ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ്. അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? വിച്ച് ക്ലൗഡ് കംസ് ഇൻ വൈറ്റ് കളർ? സിറസ്, സ്ട്രാറ്റസ്, ക്യൂമുലസ്. ഈ പേരുകളൊന്നും മോനെ ഒന്ന് ആലോചിച്ച് നോക്കിയാ കിട്ടും.
സിറസ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ലക്കി വിന്നർ ആയിരിക്കുകയാണ് പ്രവീൺ ആൻഡ് പുണ്യ. പ്രണവ്. പ്രണവാണോ? ശരി, മോനെ തെറ്റിപ്പോയി കേട്ടോ, ക്ഷമിക്കുക. പ്രണവ് ആൻഡ് പുണ്യ. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് സമ്മാനം, എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ നമ്മളോട് പറയുന്നതായിരിക്കും. അപ്പോ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്. ഒന്ന് കാലിക്കറ്റ് ജംഗ്ഷന്റെ ആണോ അതോ ദുബായ് ക്രൊക്കഡൈൽ പാർക്കിന്റെ ആണോ എന്നുള്ളത് നമ്മൾ ഈ പരിപാടിയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അവസാനം വരെ കേൾക്കണം അല്ലെങ്കിൽ കാണണം കേട്ടോ. ഓക്കെ, കണ്ടുകൊണ്ടേയിരിക്കും. ബൈ ബൈ ബൈ. അപ്പൊ പ്രണവും പുണ്യമാണ്, നല്ല പേരല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് എന്തായാലും ബുധനാഴ്ച ആയ സ്ഥിതിക്ക് ഇപ്പം നമുക്ക് സ്കൂൾ അടയ്ക്കുകയാണല്ലോ, ഞങ്ങളൊക്കെ ഇനി എല്ലാ ദിവസവും ജോലിക്ക് പോകണമല്ലോ. എന്ത് സുഖമല്ലേ, എന്ത് മനോഹരമായ ആചാരം. ആ ആചാരം പറഞ്ഞത് കൊണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ ഓടി തിരിച്ചു വരാം. വിൽ സീ യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു 3 in 1. അപ്പൊ നിങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങൾ സെയിം ആൾക്കാർ തന്നെയാണ്. അത് സിമി, ഞാൻ പെനീന, അല്ലെ? ഞങ്ങൾ മാറിയിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി കോളുണ്ടോ? ഹലോ 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 ഹലോ, ഇതാരാ? ഞാൻ ദുർഗാപ്രസാദ് കളത്തിൽ. ആര്? ദുർഗാപ്രസാദ് കളത്തിൽ. ദുർഗപ്രസാദ് കളത്തിൽ. അടിപൊളി പേരാണല്ലോ. ഒക്കെ കൊള്ളാലോ. ഞാൻ സിമിമോൾ റൈജോ. ഞാൻ പെനീന ജാക്കേഷ്. എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. നല്ല സൗണ്ട് ആണ് കേട്ടോ. താങ്ക് യു. അല്ലേ? ഫോണില് കേൾക്കാൻ. അതെ. പാട്ട് പാടുന്നോ? പാട്ട് പാടത്തില്ല. പിന്നെ പ്രസംഗം, കവിത? അങ്ങനെ ഇല്ലില്ല, പ്രസംഗമില്ല, കവിതയില്ല. പിന്നെ എന്തിലോടാണ് ഇഷ്ടമുള്ളത് കൂടുതലായിട്ട്? അങ്ങനെ ചോദിച്ചാല് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. പാട്ട് കേൾക്കാറുണ്ടോ അല്ലെങ്കിൽ മൂവി കാണാൻ ഇഷ്ടമാണോ? സ്പോർട്സിന് മൂവി കാണാറുണ്ട്. ഓക്കെ, ഈ അടുത്ത് കണ്ട ഒരു മൂവി ഏതാ? ആവേശം. ആവേശം. എങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസാ ഇഷ്ടം? ആവേശം പോലത്തെ പടങ്ങളൊക്കെയാണോ ഇഷ്ടം? അങ്ങനല്ല, കോമഡി മൂവീസ് ഇഷ്ടമാണ്. ഈ ദുർഗാപ്രസാദ് ഇങ്ങനെ ഫുൾ നെയിം ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഈ ഫ്രണ്ട്സ് പെട്ടെന്ന് ഇതിനെ കേട്ടിട്ട് എങ്ങനെയാ വിളിക്കുന്നത്? ദുർഗയെ എന്നാണ് വിളിക്കുന്നത്, പ്രസാദേ എന്നാണോ വിളിക്കുന്നത്? അത് എന്റെ കൂട്ടുകാർ എന്നെ ദുർഗ എന്ന് വിളിക്കും, എന്റെ വീട്ടുകാർ എന്നെ പ്രസാദ് എന്ന് വിളിക്കും, നാട്ടുകാർ എന്റെ ടീച്ചേഴ്സ് മാത്രമേ എന്നെ ദുർഗപ്രസാദ് എന്ന് വിളിക്കാറുള്ളൂ. ഓ, അങ്ങനെ. അടിപൊളി. അപ്പൊ എവിടെ? നാട്ടിലെവിടാ? ഞാൻ കാസർഗോഡ്, ഉദുമ പാലക്കുന്നു. കാസർഗോഡ്. അതിനും പേര് ഉദുമ പാലക്കുന്ന്. അടിപൊളി. കാസർഗോഡ് സ്ലാങ് എന്താ ഇല്ലാത്തത്? മലയാളം ഇങ്ങനെ കടിച്ചു പിടിച്ച് പറയുന്നോണ്ടാണോ? ഒരു കാസർഗോഡുകാരനെ കിട്ടിയാൽ ഞാൻ കാസർഗോഡ് സ്ലാങ്. അത് ഞങ്ങളോട് സംസാരിച്ചാൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണല്ലോ, ഞങ്ങള് ട്രൈ ചെയ്യാം. കാസർഗോഡ്. ഓക്കെ, ഞാനിപ്പോ കാസർഗോഡ് വന്നിറങ്ങിയേ, ഞാനിപ്പോ ദുർഗപ്രസാദിനെ കണ്ടു. ഓക്കെ, വഴി ചോദിക്കാണ്. വഴിയല്ല, എനിക്ക് അവിടെ കാസർഗോഡ് കാണാൻ എവിടെയൊക്കെ പോണം എന്നാണ് എന്റെ ഒരു ചോദ്യം. ഓക്കെ, പിന്നെ എന്തൊക്കെ നല്ല ഫുഡ് അവിടെ ഞാൻ ട്രൈ ചെയ്യണം? ഇത് 2 ചോദ്യം ഞാൻ ചോദിക്കുന്നതായിരുന്നു. കാസർഗോഡ് ഭാഷയിൽ ഞാൻ വന്ന് ഇറങ്ങി ലാൻഡ് ചെയ്തു. ഹായ് ചേട്ടാ ദുർഗപ്രസാദ്, എനിക്ക് ഇവിടെ എവിടെയൊക്കെ കാണാൻ പോകാൻ പറ്റും? എനിക്ക് നല്ല ഫുഡ് കഴിക്കണം, എവിടെ കാണാൻ പറ്റും? പറഞ്ഞു. നിങ്ങൾ പേടിയില്ല, കറക്റ്റ് നിങ്ങൾ പേടിയില്ല. കാസർഗോഡ് ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കുകയാണ്. അതെ അതെ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ആടുന്ന് നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വരണം. KSRTC ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് കാസർഗോഡ് കാണാൻ പറ്റിയ നല്ല പാങ്ങുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ബേക്കൽ കോട്ടയാണ്. പാങ്ങുള്ള ബേക്കൽ കോട്ടയിലേക്ക് ഞാൻ വെച്ച് പിടിച്ചു. പറഞ്ഞു. അപ്പൊ നിങ്ങൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ കയറാനിട്ട് കണ്ടക്ടറോട് ചോദിക്കുക, ഈ ഉദുമ വഴി ബേക്കലിലേക്ക് പോകുന്ന കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് നേരെ ബേക്കലും കീഞ്ഞോളാം. പാഞ്ഞു പോവാണ് അല്ലേ? കീഞ്ഞ് പാഞ്ഞു പോയാൽ വേഗം നിങ്ങൾക്ക് കോട്ടയിലേക്ക് കോട്ടയിൽ വെച്ചിട്ട് എന്നെ അടക്കുമെന്നാണോ ഉദ്ദേശിച്ചത്? കോട്ടയിൽ 6 മണി വരെ പ്രവേശനം, അത് കഴിഞ്ഞാൽ കോട്ട പൂട്ടും അവര്. അതിനകത്ത് 6 മണി കഴിഞ്ഞാൽ ആളെ കയറ്റൂല. അപ്പൊ കീഞ്ഞ് പാഞ്ഞ് തന്നെ പോണം. പിന്നെ ഫുഡ് ഞാൻ ഇവിടെ കഴിക്കും. ഫുഡ് നിങ്ങൾക്ക് നമ്മളെ കാസർഗോഡ് പറയുമ്പോ സാധാരണ മലബാറിന്റെ എല്ലാ ഭക്ഷണം ഫുഡും നമുക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബിരിയാണി മോശമല്ല, നമ്മളെ ബിരിയാണി നല്ല ബിരിയാണിയാണ്. എന്നാലും ഒരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറയാൻ കാസർഗോഡിന് ഇഷ്ടമുള്ള വിഭവം, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നതോ ഭാര്യ ഉണ്ടാക്കുന്നതോ ആരെങ്കിലും ഉണ്ടാക്കുന്ന എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം? കായ് കാച്ചിയത്.
എന്താ എന്നാ കായ് കാച്ചിയത്. കായ് കാച്ചിയതോ? അതെന്താ? കായ് എന്ന് പറഞ്ഞ കാച്ചാണ്. പഴംപൊരി. 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 കായ് 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 കായ്. ബേബി ജീന്റെ കായ് എനിക്ക് അറിയത്തുള്ളൂ. ആ നമ്മളും കായ് വറുത്തതെന്ന് പറയാം കേട്ടോ. അല്ല കായ് വറുത്ത നമ്മുടെ എന്ത് പറയുന്നത്? കായ് വറുത്തെന്ന് പറയും. ഏത്തക്ക, ഏത്തക്കാപ്പം, വാഴക്കാപ്പം, പഴംപൊരി. പഴംപൊരി. പഴംപൊരി ഞങ്ങൾ പറയണ്ട, എന്നാലും ഞങ്ങള് ലോക്കൽ സ്ലാങ്ങിൽ ഞങ്ങളത് കായ്. നമ്മൾ ഏത്തക്കാപ്പം എന്നാ പറയുന്നത്. ആക്ച്വലി ബേബി ജീന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. റാപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ, ഒന്ന് ഇച്ചിരി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ. ദുർഗാപ്രസാദ് ഫസ്റ്റ് ടൈം ആണ് ഒരു TV പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്. അടിപൊളി. എന്തായാലും ഒരു കാര്യം ചെയ്യണം, ഇനി ഇതങ്ങ് ശീലമാക്കിക്കോണം. എന്ത് തോന്നി ഞങ്ങളുടെ ഊളത്തരൊക്കെ കേട്ടപ്പോ? എന്ത് വർത്താനം പറയുന്നതെന്ന് തോന്നിയോ? നിങ്ങളെക്കാളും വെല്ലുവിളിയായതോടെ സത്യം ഇതാണ്. മസിൽ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല എന്റെ ചേട്ടാ. ചേട്ടൻ അടിപൊളിയായിട്ട് സംസാരിക്കണം. അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൈബുള്ള ഒരു ആളല്ലേ. അപ്പൊ എവിടെയാണ് താമസിക്കണേ? ഞാനിപ്പോ ബുർജുമാൻ. ഞാൻ ശരിക്കും പറയാം, ബേബി ജീന്റെ സൗണ്ട് എടുക്കാൻ പറ്റും. ബേബി ജീൻ ഇപ്പൊ റാപ്പ് ചെയ്യുന്ന ഈ കായ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ബെല്ലാത്ത ജാതി അതിൽ പാടിയിട്ടുണ്ട്. അത് നീരജ് മാധവ്, ബേബി ജീനും ഡാബ്സി ഉണ്ട്. തത്തമ്മ സോങ് ആണോ? അതല്ല, കരിപുരണ്ട തത്തമ്മ. അതാണ് ബേബി ജി. അതാണ് ബേബി ജി. ആ ശബ്ദമാണ് ഞാനിപ്പോ എടുക്കാം. ലിറിക്സ് കായ് പറഞ്ഞാലും മതി. കരിപുരണ്ട തത്തമ്മ. കറക്റ്റ്. ലിറിക്സ് അറിയത്തില്ല. അത് പഠിച്ചു വെച്ചിട്ട് ഇടയ്ക്ക് മൈക്കിലൂടെ പാടുന്ന പോലെ ഇങ്ങനെ പാടിയത്. ഈ ബേബി ജീന്റെ പാട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡാപ്സി ഉണ്ട്, വേറെ നമ്മുടെ മറ്റേ വേടൻ. യെസ്, വേടന്റെ പാട്ട്. ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ എന്നിട്ട് ഈ ചേട്ടന്റെ സൗണ്ട് നല്ല രസമുണ്ട്. അപ്പൊ കുറച്ചു നേരമൊക്കെ ഇരുന്ന് വെറുതെ ഇരിക്കുമ്പോ റാപ്പ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ടൈം എന്നിട്ട് വിളിക്കുമ്പോ ഞങ്ങൾക്ക് ഒരു 4 വരി എടുത്ത് അങ്ങോട്ട് വെക്കാം. അങ്ങോട്ട് ഫാമിലി ഒക്കെ എവിടെ? നാട്ടിലാണ്. എല്ലാരും വെക്കേഷൻ ടൈമിന് നാട്ടിൽ പോയോ? അല്ല, അവരിപ്പോ നാട്ടിലാണ്. ഓക്കെ. പോകുന്നുണ്ടോ വെക്കേഷൻ? ഇപ്പൊ നാട്ടിൽ പോകുന്നുണ്ടോ? ഓണത്തിന് പോണം. ഓണം ഒക്ടോബർ. എന്നാണ് ഡേറ്റ്? സെപ്റ്റംബറാ? സെപ്റ്റംബർ 15 സെപ്റ്റംബർ 15. സെപ്റ്റംബറില്ല, ഒക്ടോബറിൽ പോവാറില്ല. എന്റെ പേരൻസിന്റെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 15. ഓണവും കൂടെയാണ്. എനിവേ, അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? കഴിഞ്ഞ ആഴ്ച സിമിയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പൊ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സിമി. ഞങ്ങൾ വിഷ് ചെയ്തത്, ഞാൻ 3-4 പ്രാവശ്യം വിഷ് ചെയ്ത്, എന്നാലും ഒന്നും കൂടി ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. ദുർഗാപ്രസാദിന് വിഷ് ചെയ്യാൻ തോന്നുന്നില്ലേ? ചോദിച്ചു വാങ്ങുന്നു. ചേട്ടൻ ഇനി ഒക്ടോബറിൽ വിളിച്ച് എന്നെയും കൂടെ വിഷ് ചെയ്താൽ മതി. ലിബ്രൻ, ഐ ആം എ ക്യാൻസറിയൻ. എനിവേ, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. ഓക്കേ. മ്യൂസിക് ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് ഒന്നുകൂടി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ കറങ്ങി വന്നത് GK ആണ് കേട്ടോ. GK. നമുക്ക് GK എന്നുള്ള ചോദ്യം നോക്കാം. ആരെങ്കിലും ഉണ്ടോ കൂടെ ഹെൽപ്പ് ചെയ്യാൻ? അതോ ഓക്കെ, സാരമില്ല. അതെ, ഒറ്റയൊക്കെ ആവുമ്പോ കുഴപ്പമില്ല. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി സത്യാഗ്രഹ സംവാദം നടന്ന സ്ഥലം? ദണ്ഡി, അമൃത്സർ, ചമ്പാരൻ. ഞാനതാ ഇപ്പൊ ആലോചിച്ചത്, എങ്ങനെ കാണും. ഭയങ്കര ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി സത്യാഗ്രഹ സംവാദം നടന്ന സ്ഥലം? ദണ്ഡി, അമൃത്സർ, ചമ്പാരൻ. ഈ ഒരു സ്ഥലത്തിന് നമ്മൾ സാധാരണ ഒരു സത്യാഗ്രഹം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഫെമിലിയർ പേരാണോ? ഉത്തരം അറിയാമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തന്നേനെ. നമ്മുടെ പ്രൊഡ്യൂസറിനോട് ചോദിക്കണ്ടേ? ഒന്ന് ഗസ്റ്റ് അടിച്ചോ, കാരണം ഞങ്ങൾക്കും അറിയത്തില്ല കേട്ടോ. ഒരു പേര് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ദണ്ഡി ആയിരിക്കും. ആണോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അമൃത്സറും അറിയാം. ഗാന്ധിജീനെ പണ്ട് ഹിസ്റ്ററിയില് കൊറേ വായിച്ചിട്ടും ഇവളുടെ കാര്യം കളിയാക്കാൻ പറ്റത്തില്ല. ദണ്ഡി. ഓക്കെ. എന്താണ് ചേട്ടാ? അയ്യോ, ഇത് രണ്ടും അല്ലായിരുന്നു കേട്ടാ. ഇവള് തെറ്റിച്ചാ. ഞാൻ തെറ്റിച്ചൊന്നുമല്ല, എനിക്ക് രണ്ടും അറിയാവുന്നതല്ല. ചമ്പാരനായിരുന്നു കേട്ടോ. അമൃത്സറും ദണ്ഡിയും ഞങ്ങൾക്ക് അറിയത്തുള്ളായിരുന്നു. അതാ ഞങ്ങള് ഫണ്ണിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ എല്ലാരും ആലോചിക്കും സംവാദം എവിടെ നടന്നേന്ന്. എവിടെയാ? ചമ്പാരൻ. ഓക്കെ. അപ്പൊ ചേട്ടാ, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. പ്രോഗ്രാം 3-in-1 എന്നുള്ളത് മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ 7:30 to 8:30 ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ whenever you get time,
വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോ നമ്മൾ മലയാളീസ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ സ്ലാങ്ങിൽ ചെറിയ ഡിഫറൻസ് വരുമ്പം എന്ത് രസമൊക്കെ കേൾക്കാനല്ലേ. സോ ഇപ്പൊ ഒരു തൃശ്ശൂർ ഭാഷ പറയുന്ന ആള്, അല്ലെങ്കിൽ ഒരു കാസർഗോഡ് ഭാഷ, പാലക്കാട് ഭാഷ, കോട്ടയം ഭാഷ, കോട്ടയം എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് ഐ ഡോണ്ട് നോ. കോട്ടയം കൊല്ലം ഒക്കെ അധികം ഡിഫറൻസ് വരില്ല, കാരണം നമ്മളൊക്കെ അധികം ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ എന്റെ ഭാഷ അങ്ങ് വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പൊ നമ്മളെല്ലാരും പുറത്തൊക്കെ പോയി പഠിച്ചത് കൊണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ എനിക്കൊന്ന് കുറച്ച് ഫാസ്റ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. മറ്റൊരു പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തീർന്നു. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് തൃശ്ശൂർകാരത്തിയാ, അവളിങ്ങനെ അത് എഴഞ്ഞു പറ, നീട്ടി കുറുക്കി പറഞ്ഞു വരുമ്പോഴത്തേക്കും അവള് ചോദിക്കും നീ 10 കാര്യം ചിന്തിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എന്തുവാ പറയണ്ടേ, നമ്മൾ എന്തുവാന്ന് പറയാം, മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് 96.7 FM എന്താണ് മെലഡി ഡ്രീംസ് പവേർഡ് ബൈ UBLHT. അത് നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു 12 മാസത്തിൽ നമുക്ക് നടക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മുടെ അഫ്സലിക്കായിരുന്നു വന്നത്. 5 സിംഗേഴ്സിനെ സെലക്ട് ചെയ്ത് വളരെ ഗംഭീരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ മാസവും നമുക്ക് അതുപോലെ തന്നെ 5 സിംഗേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഹലോ അതല്ല, കോളിനെ കുറിച്ച് പറ. അപ്പോഴത്തേക്ക് hello@melodydreams.a നിങ്ങളുടെ 1 മിനിറ്റ് ഉള്ള പല ജോണറിൽ നിങ്ങൾ പാടിയിട്ടുള്ള 2 ജോണർ, 2 പാടിയിട്ടുള്ള പാട്ടുകൾ അയച്ചു കൊടുക്കുക. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള 5 പേരെ അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. കീപ് സെൻഡിങ് ദം ഈവൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദിസ് ടൈം. ഇറ്റ്സ് എ 12-month അവർ നടത്തുന്ന കാര്യങ്ങളാണ്. സോ കീപ് ഓൺ സെൻഡിങ് ദം. ഇനി ഒരു 10 മാസം കൂടെ ഉണ്ട്, കാരണം ഇതിപ്പോ ഇനി എന്തായാലും നമ്മൾ കഴിഞ്ഞ മാസം കഴിഞ്ഞു, ഇതിപ്പോ നമ്മൾക്ക് അടുത്ത മാസം വന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റോ മ്യൂസിക് ആണ്, കാരണം ഒരു എഫക്ട് പാടില്ല, നമ്മളെ ഒരു കരോക്കെ ഇടാനോ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് ഒന്നും പാടില്ല. റോ മ്യൂസിക് ആയിട്ട് 1 മിനിറ്റിൽ കൂടാൻ പാടില്ല. 2 ജോണറിലുള്ള ഈവൻ മലയാളം ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ, നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് ഈ ലിങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ അപ്ഡേറ്റ് ചെയ്ത് ലിങ്ക് എടുത്ത് hello@melodydreams.a എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഇമെയിൽ ID-യിലോട്ട് അയച്ചു കൊടുക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 സിംഗേഴ്സിന് നിങ്ങൾക്ക് സെലിബ്രിറ്റി സിംഗേഴ്സുമായിട്ട് പാടാൻ ഒരു അവസരം ഒരുക്കുകയാണ് ഈ മാസം കൊണ്ട്. അതുപോലെ തന്നെ അടുത്ത മാസം, അങ്ങനെ ഒരു കണ്ടിന്യൂസ് പറയാനുള്ളത് ഇപ്പൊ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് UBL അസോസിയേറ്റ് ചെയ്യുന്ന നിതം കൺസൾട്ടൻസി പോലെ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പം ഡെഫിനറ്റ്ലി അത് യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. ചിലപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം ഒക്കെ ഇത് കാണുന്നു, എനിക്ക് കിട്ടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു കാർക്ക് കിട്ടുന്നത്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ട്രൈ ചെയ്യണം, പിന്നെ സംഭവിക്കുന്ന എന്താണെന്നുള്ളത് പിന്നെ നോക്കാം. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, കാരണം ഇവിടെ നമുക്കൊരു ഏജ് ലിമിറ്റ് ഇല്ല. അതെ, തീർച്ചയായിട്ടും. സോ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഏജ് ലിമിറ്റിന്റെ കാര്യം എസ്പെഷ്യലി പറഞ്ഞതുകൊണ്ട് കുറെ പേര് ഇപ്പൊ നാട്ടില് ചെറുപ്പത്തിൽ വീട്ടമ്മമാർ എസ്പെഷ്യലി ഐ റിക്വസ്റ്റ് ഓൾ ദ ലേഡീസ് ഔട്ട് ദെയർ, നിങ്ങളൊക്കെ പാടുന്നൊക്കെ ഞങ്ങള് കോളേഴ്സ് ആയിട്ട് വിളിച്ച് പാടുന്ന കേട്ടിട്ടുണ്ട്. വൈ കാണ്ട് യു ട്രൈ? നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. സിമി പറഞ്ഞ ഒരു കാര്യം, കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഫോണിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് പാടിയോ ഒരു സ്റ്റേജിൽ പാടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആഗ്രഹം കൂടിയായിരിക്കും. അവർക്ക് ആ സമയത്ത് പറ്റാത്തൊരു കാര്യം ഇപ്പൊ ഞങ്ങളായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം തരുന്നതാണ്. അതായത് നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് 96.7 മെലഡി ഡ്രീംസ് പവേർഡ് ബൈ UBL TV. അതായത് നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. hello@melodydreams.ae. like I said, Z ആണ് അവസാനം. hello@melodydreams.ae. പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് പറ്റുന്ന 2 ജോണറിലുള്ള പാട്ട്, മലയാളമോ തമിഴ്, പെട്ടെന്ന് അയച്ചോളൂ. നിങ്ങൾക്കുള്ള ചാൻസ് മിസ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. കീപ് സെൻഡിങ് ദം. അപ്പൊ ഇന്നിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ആർക്കും കിട്ടുന്നെങ്കിലോ, അല്ലേ സിമി? പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് കിട്ടും. എനിക്ക് പിന്നെ കൂടുതൽ ഹിന്ദി പാട്ട് അറിയാവുന്നതുകൊണ്ട് എന്റെ അമ്മേ, മലയാളം പറ്റില്ല, തമിഴും പറ്റില്ല എന്ന്. അപ്പം എന്തായാലും നമുക്ക് ഇപ്പൊ ഒരു വിന്നർ മാത്രമേ ആയിട്ടുള്ളൂ. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 04238249 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 8:30 കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് 8:30 വരെ ഞങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിളിക്കാം. അതെ, അപ്പം നമ്മള് വിളിക്കുന്നവരെ വരെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ മലയാളം സിനിമ, നമ്മൾ കൂടുതലും തരം വരുന്ന സിനിമയെ കുറിച്ചാണല്ലോ. മലയാളം സിനിമ ലോകത്തിന്റെ വലിയ ഒരു അസോസിയേഷൻ ആണല്ലോ അമ്മ. അവിടുത്തെ ഭയങ്കര എലക്ഷൻ ഒക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ പൊളിറ്റിക്കൽ ന്യൂസ് കേളുന്ന പോലെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. സോ അഗൈൻ
അഗൈൻ മോഹൻലാൽ എതിരില്ലാതെ മോഹൻലാൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇടവേള ബാബു ചേട്ടൻ ഇറങ്ങി, സിദ്ദിഖ് ഇക്ക കേറി. ആൻഡ് ഓഫ് കോഴ്സ് സിദ്ദിഖിന്റെ ലൈഫിൽ ഒരു വല്ലാത്തൊരു ഡേയ്സിലൂടെയാണ് കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. മകൻ മരിച്ച ഒരു ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ മഞ്ജുപിള്ള എനിക്കത് മഞ്ജുപിള്ളക്ക് കിട്ടിയില്ല, പിഷാരടിക്ക് കിട്ടിയില്ല. പിഷാരടി ഈസ് ഗിവിംഗ് ഓൺ ഇന്റർവ്യൂസ് കേട്ടോ, കേൾക്കാൻ രസമുണ്ട്. സമയം ഉണ്ടെങ്കിൽ പോയി കാണാം. അല്ല, കാരണം പിഷാരടി സംസാരിക്കുന്ന കേൾക്കാൻ ഒരു രസമാണല്ലോ. അപ്പം അതൊക്കെ ഇതൊക്കെ നമ്മൾക്ക് എന്റർടൈൻമെന്റ് ആണ് ശരിക്കും പറഞ്ഞ ഇവരൊക്കെ അല്ലേ, ഇവരൊക്കെ പറയുന്ന കേൾക്കാൻ. ഇതിന്റെ അതൊക്കെ മോശമായിട്ട് കമന്റ് എഴുതുന്നവരോട് എനിക്ക് വിരോധം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്റർടൈൻമെന്റ് ആണ് ഇഷ്ടം. നമ്മൾ എന്തിനാ വെറുതെ ആ ഒരു മൊമെന്റ് കളയേണ്ട ആവശ്യം. നമ്മളിൽ ഓരോരുത്തരും ഞങ്ങൾ കുറച്ചു പേരായിരിക്കും ഞങ്ങളെ കാണുന്നത്, ഞങ്ങൾക്ക് അറിയില്ല എത്ര പേര് ഞങ്ങളെ കാണുന്നുണ്ടെന്ന്. ബട്ട് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, കീപ് സെൻഡിങ് ഓൺലി പോസിറ്റീവ് മെസ്സേജസ്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം കുറച്ച് നാളേ ഉള്ളൂ. അതിനകത്ത് ഈ മോശം കാര്യങ്ങളൊക്കെ എഴുതി ചെയ്തിട്ട് യു ആർ നോട്ട് ഗോയിങ് ടു റീച്ച് എനിവേ. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ ഒരു ഇതായിരിക്കും നിങ്ങൾ എടുത്തത്, പക്ഷെ അത് എത്ര പേരെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ റീസെന്റ് ഒരു ഇൻഫ്ലുവൻസർ ആയ കുട്ടി കമന്റ്. അതെ. അപ്പൊ നമ്മൾ ആരെയും, ഞാൻ എപ്പോഴും പറയുന്നൊരു നേരത്തെ പറഞ്ഞില്ലേ സിമി, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നു. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ആ മൊമെന്റ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു പോയി. ഇപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. അപ്പോ ഞങ്ങൾ ഇനി അടുത്ത ആഴ്ച ഞങ്ങൾ 3-in-1 ഒരു വിന്നർ ഉള്ളൂ. അയാൾക്ക് കിട്ടിയത് എന്താന്ന് പറയണ്ടത്, നമ്മുടെ പ്രണവിനും നമ്മുടെ പുണ്യക്കും കിട്ടിയിരിക്കുന്നത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ 2 ടിക്കറ്റ് ആണ്. അവരുടെ പേരൻസിനാണ് ആ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുക, അഡൽട്ട് ടിക്കറ്റ്. സോ വെൻ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാം, കുട്ടികളുടെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ജൂലൈ മന്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഫ്രീ ആണെന്ന്. പക്ഷെ എന്തായാലും അപ്പൊ അപ്പയ്ക്കും അമ്മയ്ക്കും കൊടുത്തോളൂ, പുണ്യയും പ്രണവും കൂടി അമ്മയുടെ അപ്പയുടെ കൂടെ പോയിക്കോ. സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. അതെ. അപ്പൊ എന്തായാലും ഞാനും സിമിയും ഒരു ഗ്യാപ്പിന് ശേഷം വന്നെങ്കിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പൊ എന്തായാലും ഞങ്ങൾ അടുത്ത ആഴ്ച ഉണ്ടാവില്ലേ? യെസ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് പോകാനുള്ള സമയമായി. ഇറ്റ്സ് ബൈ ഫ്രം പെനീന, സിമി. ഗുഡ് നൈറ്റ്. ബൈ.